പോകുന്നത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് എങ്ങനെയാണ് മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് കയറുന്നതെന്നാണ് പ്രധാനമായിട്ടും. മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്കുള്ള മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഇവിടെ വളരെയധികം ശ്രദ്ധിക്കണം. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ ബേസിക് ക്ലാസിന്റെ ഭാഗമായിട്ട് ആദ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഒരു കമ്പനിയുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഹോൾഡ് ചെയ്യുന്ന ട്രേഡേഴ്സിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കയ്യിലാണ് ആ ഷെയറുകൾ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തു. അത് IPO വഴിയോ FPO വഴിയോ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴിയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം ഈ കമ്പനിയിലുള്ള അവർ പുറത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് മുഴുവൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്യുന്നത് അവരുടെ കൈവശമുള്ള ഇൻവെസ്റ്റേഴ്സോ ട്രേഡേഴ്സോ ആണ്. അവരുടെ കൈവശമാണ് ആ ഒരു ഷെയറുകളെല്ലാം വന്ന് കിടക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്കോ താഴേക്കോ പോകണമെങ്കിൽ ഈ കൈവശമുള്ള ആളുകൾ വിചാരിക്കണം ഇത് എപ്പോൾ വിൽക്കണമെന്ന് അവർ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസുകളൊക്കെ മൂവ് ചെയ്യുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെഡറൽ ബാങ്കിന്റെ ഷെയർ നമ്മൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അത് കൈവശമുള്ള ആരെങ്കിലും വിൽക്കാൻ റെഡിയാവണം. അതല്ലാതെ ഒരു കാരണവശാലും ഫെഡറൽ ബാങ്കിന്റെ ഷെയർ എനിക്ക് കിട്ടില്ല. അത് എന്ത് പ്രൈസിനാണെങ്കിലും. എക്സാമ്പിൾ, ഇപ്പൊ 350 രൂപയ്ക്കാണ് ഫെഡറൽ ബാങ്കിന്റെ ഷെയറുകൾ ട്രേഡിംഗ് നടക്കുന്നതെങ്കിൽ 350 താഴെയുള്ള ഒരു വിലയ്ക്കോ 350 മുകളിലുള്ള ഒരു വിലയ്ക്കോ എനിക്ക് കിട്ടണമെങ്കിൽ പോലും ഇത് ആരെങ്കിലും വിൽക്കാൻ റെഡി ആയിരിക്കണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം, നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോ ഇവിടെ നമുക്ക് ബയ്യേഴ്സും സെല്ലേഴ്സുമാണ് സ്റ്റോക്കിന്റെ വില മുകളിലേക്കോ താഴേക്കോ ചലിപ്പിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അതായത് ബയ്യേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി കൈവശം വെക്കണം എന്ന് പറയുന്ന ആളുകൾ, ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങി കൈവശം വെക്കണം എന്ന് തീരുമാനിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളാണ് ബയ്യേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, നമ്മളൊരു ബയ്യറാണ്. ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആ ഷെയറിന്റെ മൂല്യം മുകളിലേക്ക് പോകണം, ഇപ്പോഴത്തെ വില മുകളിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മളത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബേസിക്കിന്റെ ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസിക്കിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്, പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഷെയർ രണ്ട് രീതിയിലാണ് ആളുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അതിന്റെ പ്രൈസ് മുകളിലേക്ക് കയറും, ഏതെങ്കിലും കാരണവശാൽ അതിന്റെ പ്രൈസ് മുകളിലേക്ക് കയറും എന്നുള്ള രീതിയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ കമ്പനി എന്തെങ്കിലും ബോണസോ ഡിവിഡൻഡോ രീതിയിൽ എന്തെങ്കിലും ലാഭവിഹിതങ്ങൾ പബ്ലിക്കിന് കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴും അതിന്റെ വില മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ആ ഒരു ലാഭവിഹിതം ലഭിക്കാനായിട്ടാണെങ്കിലും ആ ഒരു ഷെയർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ, ഒന്നുകിൽ ഷെയറിന്റെ മൂല്യം ഇപ്പോഴത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ വില വർദ്ധിക്കുമെന്നും അതിലൂടെ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു രീതിയിലാണെങ്കിൽ അത് ഡിവിഡൻഡിലൂടെ കുറച്ച് എക്സ്ട്രാ ഷെയറുകളായിട്ടോ അതല്ലെങ്കിൽ അതിന് കുറച്ച് ഒരു പ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. ആ ഒരു രണ്ട് കാഴ്ചപ്പാടിലാണ് വാങ്ങുന്നത്. അപ്പോൾ ബയേഴ്സ് ആ ഷെയറുകൾ വാങ്ങി കൈവശം വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എപ്പോഴും അതിന്റെ ഷെയറിന്റെ മൂല്യം മുകളിലേക്ക് കയറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നേരെ തിരിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് മറ്റൊരു കൂട്ടരുണ്ട്, ഷോർട്ട് സെല്ലേഴ്സ് എന്നാണ് അതിന്റെ അറിയപ്പെടുന്നത്. സെല്ലേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പിൽ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരും. ഒന്ന്, കൈവശമുള്ള ആളുകൾ. ഇപ്പൊ എന്റെ കയ്യിൽ ഫെഡറൽ ബാങ്കിന്റെ 100 ഷെയർ ഉണ്ട്, ഞാനത് വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിനെയും സെല്ലേഴ്സ് എന്ന് പറയും. അതായത് എന്റെ കൈവശമുള്ള ഷെയർ ഞാൻ വിൽക്കാൻ ആഗ്രഹിച്ച് നിൽക്കുകയാണ്, മാർക്കറ്റിൽ വന്ന് നിൽക്കുകയാണ്. മറ്റൊരു കൂട്ടരുണ്ട്, കൈവശമില്ലാത്ത ഷെയറുകൾ തന്നെ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ അപൂർവമായിട്ടുള്ള അതല്ലെങ്കിൽ ഏറ്റവും മികച്ച ഒരു സെഗ്മെന്റ്. ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ അത് താഴേക്കുള്ള മൂവ്മെന്റ് പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഷോർട്ട് സെല്ലിംഗ് എപ്പോഴും ട്രേഡിംഗ് ആണ് സാധ്യമാവും, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് സാധ്യമല്ല. അപ്പോൾ ഈ രണ്ട് കൂട്ടരും സെല്ലേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ ഷോർട്ട് സെല്ലേഴ്സിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയുടെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുമ്പോഴും ആ താഴേക്കുള്ള മൂവ്മെന്റ്, ഉദാഹരണത്തിന് 350 രൂപയാണ് ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ പ്രൈസ് എന്ന് സങ്കല്പിക്കുക. അവിടുന്ന് അതിന്റെ പ്രൈസ് ഒരു 320 വരുമ്പോൾ ഈ 30 രൂപ താഴേക്ക് വന്ന 30 രൂപ പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന രീതിയിൽ ഷോർട്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടരുമാണ്, ബയേഴ്സും സെല്ലേഴ്സുമാണ്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെ മുകളിലേക്കോ താഴേക്കോ ചലിപ്പിക്കാൻ എങ്ങനെ മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ബയേഴ്സും സെല്ലേഴ്സും ആണ്. അതിന് നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളോട് കൂടി തന്നെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. നമ്മളിവിടെ ഫെഡറൽ ബാങ്കിന്റെ ചാർട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നു, ഫെഡറൽ ബാങ്ക്. എന്നിട്ട് ഫെഡറൽ ബാങ്കിന്റെ റിയൽ പ്രൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് വരാം.
ഇപ്പോൾ 355 രൂപ 35 പൈസയാണ് ഇപ്പോഴത്തെ അതിന്റെ പ്രൈസ്. 355 രൂപ 35 പൈസയാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്ന് ലാസ്റ്റ് ക്ലോസ് ചെയ്ത പ്രൈസ്. അതായത് ലാസ്റ്റ് ട്രേഡ് നടത്തി ക്ലോസ് ചെയ്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നു. 356 രൂപ 85 പൈസ. 356 രൂപ 85 പൈസയ്ക്കാണ് ഈ ഫെഡറൽ ബാങ്കിന്റെ ഇന്നത്തെ ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴത്തെ അതിന്റെ വില 356.85. നമുക്ക് കണക്ക് കൂട്ടാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രൈസ് നമുക്ക് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന്റെ പ്രൈസ് 350 ആണെന്ന് നമുക്ക് സങ്കല്പിക്കാം. 350. അപ്പോ ഇവിടെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ട യഥാർത്ഥ ഇതിന്റെ ഒരു പ്രൈസ് മൂവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോക്ക് കൈവശമുള്ള ആളുകളാണ് വിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ആർക്കും പോയി ബലമായി പിടിച്ചു മേടിക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയിൽ പോയിട്ട് കുറച്ച് ഷെയറുകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയെടുക്കാനും സാധിക്കില്ല. വിൽക്കാൻ കൈവശമുള്ള ആളുകൾ തീരുമാനിക്കുന്നതാണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്റ്റോക്കിന്റെ യഥാർത്ഥ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ വിൽക്കാൻ തീരുമാനിക്കുന്നത് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ഒരു സ്റ്റോക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നത്. പല ഘടകങ്ങളെ. അതായത് ഉദാഹരണത്തിന് എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഫെഡറൽ ബാങ്കിന്റെ ഒരു 1000 ഷെയർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 1000 ഷെയർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് വിൽക്കണമെങ്കിൽ എനിക്ക് 2-3 റീസൺസേ ഉള്ളൂ. എന്റെ മുമ്പിൽ 2-3 റീസൺസേ ഉള്ളൂ. അതിലൊന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഷെയറിനെ ഇതിന്റെ പ്രൈസ് ഇത് വിൽക്കണമെങ്കിൽ, ഈ ഷെയർ ഞാൻ വിൽക്കണമെങ്കിൽ 3 റീസണിൽ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് പണം അത്യാവശ്യമായിട്ട് വരുന്നു എന്ന് സങ്കല്പിക്കുക. എനിക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് പണം അത്യാവശ്യമുണ്ട്. അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗം, ലിക്വിഡിറ്റി ഏറ്റവും കൂടുതലുള്ളത് ഈ ഷെയർ മാർക്കറ്റിൽ കൈവശമുള്ള ഷെയറുകൾ വിറ്റാൽ 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരും. മറ്റെന്തെങ്കിലും രീതിയിലാണെങ്കിൽ അത്ര ഈസി അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ സാലറി അഡ്വാൻസ് ചോദിക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ബിസിനസ് ആണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ എനിക്ക് പണം, അങ്ങനെ എന്തെങ്കിലും പല പല മാർഗങ്ങളുണ്ടാവും. പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന ഒരു മാർഗമാണ് ഷെയറുകൾ വിറ്റൊഴിവാക്കി പണമാക്കുക എന്നുള്ള. അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ലിക്വിഡിറ്റി, ബെറ്റർ ലിക്വിഡിറ്റി ഉള്ള മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ പണത്തിന് അത്യാവശ്യമായിട്ട് വരുമ്പോൾ ഈ ഫെഡറൽ ബാങ്കിന്റെ ഷെയർ തൽക്കാലം ഞാൻ വിറ്റേക്കാം, പിന്നെ വാങ്ങിയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ പണം വിറ്റ് പണം ആക്കി മാറ്റിയേക്കാം. അപ്പൊ റീസൺ പണത്തിന് അത്യാവശ്യമായിട്ട് വന്നു എന്നുള്ള റീസൺ ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ഫെഡറൽ ബാങ്കിന്റെ ഷെയർ ഞാൻ ഞാൻ മനസ്സിൽ കണ്ട ലാഭമോ നഷ്ടമോ എനിക്ക് തന്നു, അതിനുശേഷം വിൽക്കുന്നു. ഉദാഹരണത്തിന് ഇതിന്റെ പ്രൈസ് ഒരു സമയത്ത്, ഈ ഫെഡറൽ ബാങ്കിന്റെ പ്രൈസ് ഒരു സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഗസ്റ്റ് 3-ാം തീയതി 371 രൂപ വരെ വന്നിരുന്നു. അപ്പൊ ഞാൻ 370 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത് എന്ന് സങ്കല്പിക്കുക. 370 രൂപയ്ക്ക് വാങ്ങി. അന്ന് ഓഗസ്റ്റ് 3-ാം തീയതി 370 രൂപയ്ക്ക് വാങ്ങി. എന്റെ പ്രതീക്ഷ മാർക്കറ്റ് മുകളിലേക്ക് കയറുമെന്നായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ 350 രൂപ താഴെത്തി കഴിഞ്ഞു. അതായത് 20 രൂപ ഞാൻ വാങ്ങിയ വിലയിൽ നിന്നും ഈ പ്രൈസ്, സ്റ്റോക്കിന്റെ പ്രൈസ് കുറഞ്ഞു. അപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് 20 രൂപ നഷ്ടം മതി. കാരണം എന്റെ കയ്യിൽ 1000 ക്വാണ്ടിറ്റി ഉണ്ട്. 20,000 രൂപ എനിക്ക് ഇപ്പൊ തന്നെ നഷ്ടമായി. ഇത്രയും മതി. ഇനിയും ഇതിന്റെ പ്രൈസ് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഈ നഷ്ടം എനിക്ക് അത്രയ്ക്ക് താങ്ങാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ നിശ്ചയിച്ച നഷ്ടസാധ്യത വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിച്ച പ്രൈസിന്റെ താഴേക്ക് വരുമ്പോൾ ഇത് വിൽക്കുന്നു. രണ്ടാമത്തെ റീസൺ ആണ്, ഞാൻ നിശ്ചയിച്ച പ്രൈസിന്റെ താഴേക്ക് വന്നപ്പോൾ നഷ്ടത്തിൽ ഇത് കൊടുക്കുന്നു. മൂന്നാമത്തെ റീസൺ നേരത്തെ പറഞ്ഞതിന് നേരെ തിരിച്ചായിട്ടായിരിക്കും സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഒരു പക്ഷേ 300 ഇത് വാങ്ങിയിട്ടുണ്ടാകാം. 300 രൂപയ്ക്ക് ഈ ഷെയർ വാങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ അതിന്റെ പ്രൈസ് 350ലേക്ക് എത്തി. 50 രൂപ എനിക്ക് ലാഭം കിട്ടി. ഇനി വന്ന ഈ ലാഭം ഞാൻ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള ചിന്തയിൽ 50 രൂപ പ്രോഫിറ്റ്, എന്റെ കയ്യിൽ 1000 ക്വാണ്ടിറ്റി ഉണ്ട്, 50,000 രൂപ എനിക്ക് പ്രോഫിറ്റ് വന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രോഫിറ്റ് ഓക്കെ ആണെന്നുള്ള കാഴ്ചപ്പാടിലും ഇത് വിൽക്കാം. അതായത് ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച ലാഭമോ അല്ലെങ്കിൽ നഷ്ടമോ വന്നു കഴിയുമ്പോൾ ആ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ലോസ് ബുക്കിംഗ്, ഈ 2 രീതിയിലും ഈ സ്റ്റോക്ക് വിറ്റൊഴിവാക്കാം. അപ്പൊ 2 റീസൺ നമ്മൾ കണ്ടു. ഒന്ന്, പണത്തിന് അത്യാവശ്യമായിട്ട് വരുമ്പോൾ. രണ്ടാമത്, ഞാൻ വാങ്ങിയതിന് ശേഷം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇത് വിറ്റേക്കാം എന്നുള്ള കാഴ്ചപ്പാടിലും വിൽക്കാം. മൂന്നാമത്തെ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ് എന്നാണ് അതിന് പൊതുവെ ഒരു ഒറ്റ വാക്കിൽ പറയുന്നത്. മാർക്കറ്റ് സെന്റിമെന്റ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപായ സൂചനയോ അപകട സൂചനയോ വരുന്നു. ഉദാഹരണത്തിന് ഒരു യുദ്ധം വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രൈസ് താഴേക്ക്, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഇടിവ് രേഖപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഭയം ജനിപ്പിക്കുന്ന ഒരു മാർക്കറ്റ് സെന്റിമെന്റ് വരുമ്പോൾ, അത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഫെഡറൽ ബാങ്ക്
നിൽക്കുന്നത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ തന്നെ ബാങ്കിങ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്പനി, ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നായിരിക്കാം. അതായത് നമ്മളെ ഭയപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന എന്തോ ഒരു ന്യൂസോ ഒരു ഇൻഫർമേഷനോ നമുക്ക് കിട്ടുന്നു. ഇതിന്റെ പ്രൈസ് താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു തോട്ട്, ഒരു ചിന്ത നമുക്ക് വരുന്നു. അങ്ങനെയും നമ്മൾ ഈ ഷെയറിന് വിറ്റേക്കാം. ഈ 3 റീസൺസ് ആണ് ഒരു ഷെയർ വിൽക്കാൻ സാധാരണയായിട്ട് ആളുകൾക്കുള്ളത്. ഒന്ന്, പണത്തിന് അത്യാവശ്യം വരുമ്പോൾ; രണ്ടാമത്തത്, നിശ്ചയിച്ച പ്രോഫിറ്റോ ലോസോ വന്നു കഴിയുമ്പോൾ; മൂന്നാമത്, മാർക്കറ്റ് സെന്റിമെന്റ്. ആ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപായ സൂചന, അതായത് ഇതിന്റെ പ്രൈസ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള ഒരു അപകട സൂചന കിട്ടുമ്പോൾ മാത്രമാണ് കൈവശമുള്ള ഏതെങ്കിലും ഷെയറുകൾ ഒരു ട്രേഡറോ ഇൻവെസ്റ്ററോ കൈമാറുകയുള്ളൂ, വിൽക്കുകയുള്ളൂ. അങ്ങനെ കൈമാറാൻ റെഡി ആയിട്ടുള്ള ഷെയറുകളാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക. ഏതൊരാൾക്കും, നമ്മൾ നല്ല ലോകത്തുള്ള ഏതൊരാൾക്കും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിന് വാങ്ങാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ മറ്റൊരു മാർഗം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ IPO, FPO, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്നുള്ള രീതിയിലാണ് അത് സാധിക്കുള്ളൂ. അപ്പൊ ചിന്തിക്കാം, ഇപ്പോ എന്റെ കൈവശം ഈ ഷെയർ ഉണ്ട്. ഇപ്പൊ അതിന്റെ പ്രൈസ് 350 രൂപയാണ്. ഇപ്പോ അതിന്റെ പ്രൈസ് 350. എന്റെ കൈവശം ഫെഡറൽ ബാങ്കിന്റെ 1000 ഷെയർസ് ഉണ്ട്. ഞാനിത് വിൽക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഈ 3 റീസൺസിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇത് ഞാൻ വിൽക്കണമെങ്കിൽ എനിക്ക് മുമ്പിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. ഒന്ന്, ലിമിറ്റ് പ്രൈസിൽ വിൽക്കാം, അല്ലെങ്കിൽ CMB, കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വിൽക്കാം. അതായത് ലിമിറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രൈസ് നിശ്ചയിക്കുന്നു. ഇപ്പൊ 350 അതിന്റെ വില. ഇതിന്റെ വില 345ന്റെ താഴെ വന്നാൽ ഞാൻ വിൽക്കുന്നു എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ 350-ന് വിൽക്കുന്നു തീരുമാനിക്കാം, അല്ലെങ്കിൽ 355-ന് വിൽക്കുന്നു തീരുമാനിക്കാം. അതായത് ഇപ്പോൾ ഉള്ള പ്രൈസിലോ അതിന്റെ മുകളിലോ താഴെയുള്ള പ്രൈസിലോ ഇത് വിൽക്കുന്നു. അത് ലിമിറ്റഡ്, അതായത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു, ഇന്ന വിലയ്ക്ക് ഈ ഷെയർ ഞാൻ വിൽക്കാൻ റെഡിയാണെന്നുള്ളത് ഡിമാൻഡ് ചെയ്യുന്നു. മറ്റൊന്ന് CMB, കറന്റ് മാർക്കറ്റ് പ്രൈസ്. അവിടെ നമുക്ക് ഡിമാൻഡ് ഒന്നുമില്ല. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്ത് വിലയ്ക്കാണോ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ വിലയ്ക്ക് ഞാൻ വിറ്റോളാം എന്നാണ് CMB, കറന്റ് മാർക്കറ്റ് പ്രൈസിന്റെ ഒരു എന്താ പറയുക, ഒരർത്ഥം എന്ന് പറയുന്നത്. വാങ്ങാനുള്ളവർ എന്ത് വിലയ്ക്കാണെങ്കിലും വാങ്ങാൻ തയ്യാറായെങ്കിൽ ശരി, അത് ഞാൻ വിറ്റോളാം. അതിപ്പോൾ ഉള്ള 350-ന് താഴെയുള്ള വിലയ്ക്കായിരിക്കാം, 350-നായിരിക്കാം, 350-ന്റെ മുകളിലേക്കായിരിക്കാം. ഇതിനെയാണ് CMB എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡിമാൻഡിലൂടെയാണ് ഞാൻ എൻ്റെ കൈവശമുള്ള ഷെയറുകൾ, ഒന്നുകിൽ CMB അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രൈസ് എന്നുള്ള ഈ ഓപ്ഷൻസിലൂടെയാണ് ഞാൻ എൻ്റെ കൈവശമുള്ള ഈ ഫെഡറൽ ബാങ്കിന്റെ ഷെയറുകൾ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോ ഇനി 350-ന്റെ മുകളിലുള്ള ഒരു പ്രൈസ്, 355 രൂപയ്ക്കാണ് ഇത് ഞാൻ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഒരു ലിമിറ്റഡ് പ്രൈസിൽ ഞാൻ ഓഫർ ഇട്ട് വെക്കുന്നു. 355 രൂപ കിട്ടുകയാണെങ്കിൽ എൻ്റെ 1000 ഷെയറുകൾ ഞാൻ നൽകാം എന്നുള്ള ഓഫർ ഇട്ട് വെക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു എന്നും മറ്റൊരു ഭാഷയിൽ പറയാം. ഇവിടെ ഓപ്പോസിറ്റ് ഷെയർ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആള്, ക്വാണ്ടിറ്റി നമുക്ക് തൽക്കാലം മറക്കാം. ഷെയർ വാങ്ങാൻ, ഈ ഫെഡറൽ ബാങ്കിന്റെ ഷെയർ വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകള് 2 രീതിയിലുള്ള ആളുകളെ ഇവിടെ ഈ ഓർഡറുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആവശ്യവുമായിട്ട് മാച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഒന്ന്, 355-ന് വാങ്ങിക്കോളാം എന്ന് ഓർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾ ഇത് വാങ്ങാൻ സാധിക്കുന്നു. 2, CMB, കറന്റ് മാർക്കറ്റ് പ്രൈസിന് വാങ്ങിക്കോളാം എന്ന് ഓർഡർ ഇട്ട് വെച്ചിരിക്കുന്ന ആളുകൾക്കും ഇത് വാങ്ങാൻ പറ്റും. അപ്പൊ ഇതിലേതെങ്കിലും ഒന്നുകിൽ 355-ന് അല്ലെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിന് ഈ ഷെയർ വാങ്ങാൻ ആരെങ്കിലും റെഡി ആയിട്ട് വന്നാൽ, ഈ ഡീല് കംപ്ലീറ്റ് ആയാൽ, ഈ ഷെയറുകൾ കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ ആ നിമിഷം 350-ൽ നിന്നും ഈ ഷെയറിന്റെ വാല്യൂ 355-ലേക്ക് വർദ്ധിക്കുന്നു. ട്രേഡ് നടക്കുന്ന പ്രൈസ് ആണ് ഇതിന്റെ മൂവ്മെന്റ് നിശ്ചയിക്കുന്നത്. 350-ൽ നിന്നും പെട്ടെന്ന് 355-ലേക്ക് ചലിക്കണമെങ്കിൽ 355-ൽ ആരെങ്കിലും ഷെയർ, എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും വിൽക്കാനും ആ ഷെയർ മറ്റൊരാൾ വാങ്ങാനും തയ്യാറാകുകയും അവർ തമ്മിലുള്ള ഡീലിങ്സുകൾ കംപ്ലീറ്റ് ആവുകയും ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നു. അത് നിലവിലുള്ള പ്രൈസിന്റെ മുകളിലേക്കാണ് ആ ഡീല് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ, ആ ഡീലിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. നേരെ തിരിച്ച് താഴേക്കാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മറ്റൊരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് 345 രൂപയ്ക്കാണ് ഈ ഷെയർ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സങ്കല്പിക്കുക. അപ്പോ മറ്റ് വ്യക്തികൾ തീരുമാനിക്കുന്നു, കൈവശമുള്ള മറ്റൊരു വ്യക്തി തീരുമാനിക്കുന്നു, ഒന്നെങ്കിൽ 345 കിട്ടിയാൽ ഞാൻ കൊടുക്കും, അല്ലെങ്കിൽ CMB, കറന്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിന് ഞാൻ വിറ്റോളാം എന്ന് മറ്റൊരാൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഇവിടെ 345-ന് വാങ്ങാൻ റെഡി ആയിട്ടുള്ള ആൾക്ക് CMB-യിൽ ആരെങ്കിലും വിറ്റാലും
കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വിറ്റാലും ഈ ഡീലിങ്സ് കംപ്ലീറ്റ് ആവും. 345 എന്ന ആ ലിമിറ്റഡ് പ്രൈസിൽ വിറ്റാലും ഈ ഡീലിങ്സ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഒരു ഷെയറിന്റെ വില മുകളിലേക്കോ താഴേക്കോ കയറണമെങ്കിൽ ഇതിന്റെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രത്യേകിച്ച് സെല്ലേഴ്സ്, ഇത്ര രൂപ കിട്ടിയാലേ വിൽക്കൂ അല്ലെങ്കിൽ CMBക്ക് വിൽക്കൂ എന്നുള്ള സെല്ലേഴ്സ്, കൈവശമുള്ള ആളുകൾ വിൽക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ താഴേക്ക് വരുന്നത്. നിലവിലുള്ള പ്രൈസിൽ നിന്ന് മുകളിലേക്കുള്ള ഒരു പ്രൈസിന് ഒരു ബയറും സെല്ലറും തമ്മിൽ ഡീലിങ്സിൽ ഏർപ്പെട്ടാൽ, ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ അല്ലെങ്കിൽ വാങ്ങാനും വിൽക്കാനുള്ള ഒരു ഡീലിങ്സിൽ ഏർപ്പെട്ടാൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ ഉള്ള വിലയുടെ താഴേക്കുള്ള ഒരു വിലയ്ക്കാണ് അവർ തമ്മിൽ ഡീലിങ്സിൽ ഏർപ്പെടുന്നെങ്കിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുന്നു. ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണാം ഒരു ദിവസം. അതായത് ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇന്നത്തെ ഈ ദിവസം ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ ഷെയർ ഏകദേശം 33,70,000 ക്വാണ്ടിറ്റി കൈമാറ്റം നടന്നിട്ടുണ്ട്. 33,70,000 എണ്ണം ഷെയറുകളുടെ കൈമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ചിലപ്പോൾ ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ചിലപ്പോൾ ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം പേര് മാത്രമായിരിക്കും 3 ഷെയർ വെച്ച്, അല്ലെങ്കിൽ 1 ലക്ഷം പേര് മാത്രം 300-400 ഷെയർ വെച്ചിട്ടായിരിക്കും കൈമാറ്റം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇത്രയും ഷെയറുകളുടെ കൈമാറ്റം, വാങ്ങൽ വിൽക്കലുകൾ ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ട്. 33,70,000 നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഷെയർസ് ഇന്നത്തെ ദിവസം ഈ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറിൽ NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇതിന്റെ കൈമാറ്റം നടന്നിട്ടുണ്ട്. എത്ര വിലയ്ക്ക് എന്നുള്ളത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ഷെയറിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് എത്ര രൂപയ്ക്കാണോ അവസാനം ട്രേഡുകൾ അല്ലെങ്കിൽ ഓരോ നിമിഷവും ട്രേഡുകൾ നടക്കുന്നത്, അപ്പോഴുള്ള വിലയേക്കാൾ കൂടുതൽ വിലയ്ക്ക് ട്രേഡിംഗ് നടന്നാൽ അതിന്റെ സ്റ്റോക്കിന്റെ വില കൂടുന്നു, കുറഞ്ഞ വിലയ്ക്ക് ട്രേഡിംഗ് നടന്നാൽ വില കുറയുന്നു. ഇതാണ് മാർക്കറ്റിൽ ഒരു ഷെയറിന്റെ മൂല്യം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതി. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ വില മുകളിലേക്ക് തന്നെ കയറി പോകുന്നു എന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഒരു ഷെയറിന്റെ വില കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് മുകളിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്കറിയാം വാങ്ങുന്ന ആളുകൾ കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ബൈ ചെയ്യുന്ന ആളുകൾ സെൽ ചെയ്യാനുള്ള ആളുകളുടെ ഡിമാൻഡ് ഒരു പരിധിവരെ കണ്ണടച്ച് അംഗീകരിക്കാൻ റെഡിയാകുന്നു. അതായത് 300 രൂപയിൽ നിൽക്കുന്ന ഒരു ഷെയറിന്റെ വാല്യൂ 300-ന് മുകളിലുള്ള വിലയ്ക്ക് വാങ്ങാൻ ഞാൻ റെഡിയാണ് എന്ന് ബയേഴ്സ് തയ്യാറാകുമ്പോൾ, കൈവശമുള്ള ആളുകൾ, ഹോൾഡ് ചെയ്യുന്ന ആളുകൾ 300-ന് മുകളിലുള്ള ഒരു വില കിട്ടിയാലേ ഇത് ഞാൻ കൊടുക്കൂ എന്ന് തീരുമാനിക്കുമ്പോൾ, വാങ്ങാനുള്ള ആളുകൾ 300-നുള്ള മുകളിലുള്ള വിലയായാലും ശരി ഞാൻ ഇത് വാങ്ങുന്നു എന്ന് തീരുമാനിക്കുമ്പോൾ ഒരു ഷെയറിന്റെ വില മുകളിലേക്ക് തന്നെ കയറി പോകുന്നു. അതിന്റെ അർത്ഥം ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് ഇമോഷൻസ് അല്ലെങ്കിൽ മാർക്കറ്റ് സെന്റിമെന്റ് മാർക്കറ്റിലുണ്ടെന്നർത്ഥം. കാരണം ഇതിന്റെ വില ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ കുറച്ച് കൂടിയാലും വേണ്ടില്ല ഞാൻ വാങ്ങി വെച്ചേക്കാം എന്ന് തീരുമാനിക്കുന്നത്. ഇനി കുറയാൻ ചാൻസ് ഉണ്ടെന്നുള്ള വിചാരിക്കുന്ന ആളുകൾ എന്തായാലും ഈ വിലയ്ക്ക് ഞാൻ വാങ്ങുന്നില്ല, കുറച്ച് കുറഞ്ഞിട്ടേ വാങ്ങുന്നുള്ളൂ എന്ന് ചിന്തിക്കുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് അതിപ്പോ ഡെയിലിയിലാണെങ്കിലും ശരി വീക്ക്ലിയിലാണെങ്കിലും ശരി മുകളിലേക്ക് തന്നെ കയറി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സെല്ല് ചെയ്യാനുള്ള ആളുകളുടെ ഡിമാൻഡ് അംഗീകരിക്കാൻ ബയ്യേഴ്സിന് മടിയില്ല. അവര് ഏത് പ്രൈസിനും വാങ്ങാൻ, മുകളിലുള്ള ഏത് പ്രൈസിനും വാങ്ങാൻ റെഡിയാകുന്നു. അതുകൊണ്ട് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് കയറി പോകുന്നു. തിരിച്ച് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൈവശമുള്ള ആളുകൾ പാനിക്കായിട്ട്, അല്ലെങ്കിൽ ഒരു ഭയത്തോടു കൂടി, മാർക്കറ്റ് സെന്റിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമോഷനോട് കൂടി വിറ്റൊഴിവാക്കുന്നു. അതായത് ഇതിന്റെ പ്രൈസ് ഇനിയും താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിപ്പോ തൽക്കാലം വിറ്റൊഴിവാക്കിയേക്കാം, അത് ഇപ്പോൾ ഉള്ള വിലയേക്കാൾ കുറച്ച് കുറഞ്ഞാലും വേണ്ടില്ല ഞാൻ വിൽക്കാം എന്ന് കൈവശമുള്ള ആളുകൾ തീരുമാനിക്കുകയും, വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ ഇതിന്റെ പ്രൈസ് എന്തായാലും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ കുറച്ചും കൂടെ താഴെയുള്ള ഒരു വില കിട്ടിയിട്ടേ ഞാൻ വാങ്ങുന്നുള്ളൂ എന്ന് വാങ്ങാനുള്ള ആളുകൾ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ ബയ്യേഴ്സിന്റെ ഡിമാൻഡ് സെല്ലേഴ്സ് ഒരു പരിധിവരെ കണ്ണടച്ചുകൊണ്ട് അംഗീകരിച്ചു കൊടുക്കുന്നു.
അപ്പോൾ ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ബയേഴ്സും സെല്ലേഴ്സും ഒരു സ്റ്റോക്കിന്റെ പ്രൈസിനെ നിയന്ത്രിക്കുന്ന രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട. നേരിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വാട്സാപ്പിലോട്ട് മെസ്സേജ് അയച്ചാലും മതി. മെസ്സേജ് അയച്ചാലും ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യുള്ളൂ. കാരണം വേറെ ഒന്നല്ല, നമ്മളൊരു പക്ഷേ മടി കൊണ്ടായിരിക്കും മെസ്സേജ് അയക്കുന്നത്, പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു അവസരമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവർക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു അവസരമാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ സംശയങ്ങൾ ചോദിക്കുമ്പോഴും പരമാവധി അത് ക്ലാസ്സിൽ തന്നെയായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ ഇത്രയും ഓക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്തത് ഈ ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഭാഷയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭാഷ, അവരുടെ ലാംഗ്വേജ്, അതിനെയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഭാഷയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ക്യാൻഡിൽ സ്റ്റിക്ക്, ഈ ഭാഷ മനസ്സിലാക്കിയാൽ നമുക്കറിയാം, അറിയാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു നാട്ടിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ നേടാനും നടപ്പാക്കാനും നമ്മളുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഭാഷ അറിയാവുന്ന രീതിയിലാണ് സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻസ് ഈസി ആയിട്ട് മാറും. അതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഭാഷയുണ്ട്. ആ ഭാഷയുടെ പേരാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഈ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരാൾക്കും മാർക്കറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മാർക്കറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കാം. മാർക്കറ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ മാർക്കറ്റ് എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് തീരുമാനം എടുക്കാം. മാർക്കറ്റ് പറയാണ് വലിയൊരു അപകടം വരാൻ പോകുന്നു, ഓടി രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഭാഷ മനസ്സിലാകുന്നവർ ഓടി രക്ഷപ്പെടും, അല്ലാത്തവര് അവിടെ തന്നെ മസിലും പിടിച്ചു നിൽക്കും. തിരിച്ചും മാർക്കറ്റ് പറയും നല്ലൊരു അവസരം വരുന്നു, എന്റെ കൂടെ പോരെ എന്ന് മാർക്കറ്റ് പറയും. മാർക്കറ്റിന്റെ ഭാഷ മനസ്സിലാക്കുന്നവര് മാർക്കറ്റിനോടൊപ്പം നിൽക്കും, മാർക്കറ്റിന്റെ ഭാഷ മനസ്സിലാക്കാത്തവര് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഷ ക്യാൻഡിൽ സ്റ്റിക്ക്. ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നമുക്ക് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിൾ ആണ്. 4ാം ക്ലാസ്സും ഗുസ്തിയും മാത്രം മതി. പക്ഷെ അതിനേക്കാൾ ഉപരി മറ്റൊരു സാധനം കൂടെ വേണം. മനസ്സിലാക്കാനും പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഈസിയാണ്. ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ മറ്റു യോഗ്യതകളോ എന്നൊക്കെ പറയണമെങ്കിൽ 4ാം ക്ലാസ്സും ഗുസ്തിയും തന്നെ ധാരാളം. പക്ഷെ അതിനപ്പുറത്ത് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു മൈൻഡും കൂടെ വേണം, മനസ്സും കൂടെ വേണം. അപ്പൊ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ 2 കാര്യങ്ങൾ, 2 കളറിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ, ഇതിനകത്ത് കാണുന്നതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്ന സംഭവം. ഈ ഒരു ഭാഗത്ത് കാണുന്ന 2 കളറില്, റെഡ് ആൻഡ് ഗ്രീൻ 2 കളറിൽ കാണുന്നു. പല വലിപ്പത്തിൽ പല ഷേപ്പിൽ കാണുന്നു. പല വലിപ്പത്തിലും പല ഷേപ്പിലും കാണുന്നു. പക്ഷെ 2 കളറെ കാണുന്നുള്ളൂ ഇവിടെ. ഇത് ബേസ് ചെയ്തിട്ട് എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്നും ഇതെങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നതും എന്താണ് സംസാരിക്കുന്നതെന്നും ഇതെങ്ങനെയാണ് മാർക്കറ്റിൽ രൂപപ്പെടുന്നതെന്നും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ക്യാൻഡിൽ സ്റ്റിക്ക്. അതിന് ഇവിടെ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പറയുമ്പോൾ 2 ടൈപ്പിലുള്ള ക്യാൻഡിൽ സ്റ്റിക്ക്, ഒന്ന് ഗ്രീൻ, ഒന്ന് റെഡ്. അതില് ഗ്രീൻ കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കയറി വരേണ്ടത് ഇതൊരു പോസിറ്റീവ് അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഒരു പ്രൈസ് മൂവ്മെന്റ് കാണിക്കുന്ന ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആണെന്ന് മനസ്സിലാക്കണം. റെഡ് ആണെങ്കിൽ നേരെ തിരിച്ച് ഇതൊരു നെഗറ്റീവ് അഥവാ താഴേക്കുള്ള പ്രൈസ് മൂവ്മെന്റ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ആണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് മൂവ്മെന്റ് നമ്മളെ കാണിച്ചു തരുന്നത്, അതായത് ഭാഷയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളോട് സംസാരിക്കുന്ന ഭാഷ. റെഡ് കളർ ക്യാൻഡിൽ കാണുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളോട് സംസാരിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ സ്റ്റോക്കിന്റെ പ്രൈസ് താഴെ നിന്നും മുകളിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നതാണ്. റെഡ് കളർ കാണിക്കുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഭാഷ മുകളിൽ നിന്നും താഴേക്ക് മൂവ് ചെയ്തിരിക്കുന്നു. ഒരു ക്യാൻഡിലിന് 3 ഭാഗങ്ങളുണ്ട്. ഒരു ക്യാൻഡിലിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് ബോഡി എന്നറിയപ്പെടുന്നു, 2 അപ്പർ ഷാഡോ എന്നറിയപ്പെടുന്നു, 3ാമത്തത് ലോവർ ഷാഡോ എന്നറിയപ്പെടുന്നു. ഇത് 3ഉം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നോർമൽ കേസിൽ ഇത് 3ഉം കൂടെ ചേർന്നതാണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ചില കേസുകളിൽ ഇത് 3ഉം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതായത് ഏതെങ്കിലും 1ഓ 2ഓ ഒഴിവാവാനും മതി. ചിലതില് അപ്പർ ഷാഡോയും ലോവർ ഷാഡോയും മാത്രമേ ഉണ്ടാവുള്ളൂ, ബോഡി ഉണ്ടാവില്ല. ചിലതില് നേരെ തിരിച്ച് ബോഡിയും അപ്പർ ഷാഡോയും ഉണ്ടാവും, ലോവർ ഷാഡോ ഉണ്ടാവില്ല. ചിലതില് നേരെ തിരിച്ച് ബോഡിയും ലോവർ ഷാഡോ ഉണ്ടാവും, അപ്പർ ഷാഡോ ഉണ്ടാവില്ല. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള 3 ഭാഗങ്ങൾ, ഒന്ന് ബോഡി, ഒന്ന് അപ്പർ ഷാഡോ, 3 ലോവർ ഷാഡോ. ഈ പേര് ടെക്നിക്കൽ നെയിം ഒന്നും ഓർത്തിരിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇത് കാര്യം മനസ്സിലായാൽ മാത്രം മതി എന്നാണ്. ബോഡി എന്ന് പറയുന്നത്
ഒരു നിശ്ചിത സമയം നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കാം. ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ 9:15 മുതൽ 3:30 വരെയാണ് മാർക്കറ്റിന്റെ സമയം. തൽക്കാലം അത് തന്നെ വെക്കാം, 3:40 വരെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് 3:30 വരെ സമയം വെക്കാം. 9:15 മുതൽ 3:30 വരെയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ സമയം എന്ന് പറയുന്നത്. ഈ 9:15 ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഓപ്പണിംഗ് പ്രൈസ് രൂപപ്പെടുന്നു. എത്ര രൂപയ്ക്കാണ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള ഒരു ഓപ്പണിംഗ് പ്രൈസ് രൂപപ്പെടുന്നു. 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്ലോസിംഗ് പ്രൈസും രൂപപ്പെടുന്നു. 9:15 ഓപ്പണിംഗ് പ്രൈസും 3:30 ക്ലോസിംഗ് പ്രൈസും രൂപപ്പെടുന്നു. ഇതിനിടയ്ക്കുള്ള സമയത്തിന് എപ്പോഴെങ്കിലും മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ്, അതായത് ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ മുകളിൽ അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. ഉദാഹരണത്തിന് 350 ഇന്ന് ഫെഡറൽ ബാങ്കിന്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. 350 മുകളിൽ എവിടെ പോയി ക്ലോസ് ചെയ്താലും, 351 ആവാം, 352 ആവാം, എവിടെ പോയി മുകളിൽ എവിടെ വന്ന് ക്ലോസ് ചെയ്താലും അതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. നേരെ തിരിച്ച് റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ 350 ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്തു, അത് 350 താഴെ 345, 340, 330 എവിടെ ക്ലോസ് ചെയ്താലും അതൊരു റെഡ് ക്യാൻഡിൽ ആവാം. ഇവിടെ ഈ ഓപ്പൺ പ്രൈസിനും ക്ലോസിംഗ് പ്രൈസിനും ഇടയ്ക്കുള്ള ഭാഗമാണ് മാർക്കറ്റിന്റെ ബോഡി എന്നറിയപ്പെടുന്നത്. ഓപ്പൺ പ്രൈസിനും ക്ലോസിംഗ് പ്രൈസിനും 9:15 മുതൽ 3:30 വരെയുള്ള മാർക്കറ്റിന്റെ ഓപ്പണിംഗ് പ്രൈസിനും ക്ലോസിംഗ് പ്രൈസിനും ഇടയ്ക്ക് മാർക്കറ്റിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രൈസ് ഏരിയനെ അതിന്റെ ബോഡി എന്ന് പറയുന്നു. ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. 9:15 ഇത് 100 രൂപയിൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടു, ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴേക്ക് വരുമ്പോൾ ഈ ക്യാൻഡിലിന്റെ കളർ റെഡ് ആയിരിക്കും. ഈ ക്യാൻഡിലിന്റെ കളർ റെഡ് കളറിലായിരിക്കും. എന്നിട്ട് ഇതിന്റെ പ്രൈസ് താഴേക്ക് വന്നു. ഇത് 95 രൂപയിൽ എത്തി എന്ന് സങ്കല്പിക്കുക. 95 രൂപയിൽ എത്തിയതിനു ശേഷം പിന്നെ താഴേക്ക് വരുന്നില്ല ഇതിന്റെ പ്രൈസ്. പിന്നെ ഇതിന്റെ പ്രൈസ് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര ദൂരം താഴേക്ക് വന്നു അതിനെയാണ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ലോവസ്റ്റ് പ്രൈസ്, അതായത് എത്ര ദൂരം അന്നത്തെ ദിവസം താഴേക്ക് വന്നു അതിനെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയും. ഈ ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഈ ഭാഗത്തിനെയാണ് ലോവർ ഷാഡോ എന്ന് പറയുന്നത്. അതൊരു ഗ്രീൻ ക്യാൻഡിലിൽ മാത്രമാണ് ഇതൊരു ലോവർ ഷാഡോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഓപ്പൺ പ്രൈസിന്റെയും ക്ലോസിംഗ് പ്രൈസിന്റെ ഇടയ്ക്കുള്ള ഈ ഭാഗം ലോവർ ഷാഡോ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിൽ മാത്രം ഇതറിയപ്പെടുന്നു. അപ്പോൾ 100 രൂപയ്ക്ക് ഓപ്പൺ ചെയ്ത് അവിടുന്ന് ശേഷം താഴേക്ക് വന്ന് 95 വരെ വന്നു. 95-ന് താഴെ മാർക്കറ്റിന്റെ പ്രൈസ് വന്നില്ല. പിന്നെ അത് തിരിച്ച് മുകളിലേക്ക് കയറി. തിരിച്ച് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടു, 100ന്റെ താഴേക്ക് വരുമ്പോൾ, ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴേക്ക് വരുമ്പോൾ ഇതൊരു റെഡ് കളറിലുള്ള ക്യാൻഡിലായിരിക്കും നമുക്ക് കാണുന്നത്. തിരിച്ച് മുകളിലേക്ക് കയറുമ്പോഴും ഇതൊരു റെഡ് കളർ ക്യാൻഡിൽ തന്നെ ആയിരിക്കും. എപ്പോഴാണോ 100 രൂപ എന്ന് പറയുന്ന ഓപ്പൺ പ്രൈസിന്റെ മുകളിലേക്ക് ചലിക്കുന്നത്, 100 രൂപയുടെ താഴെ നിന്ന് എത്ര ദൂരം മുകളിലേക്ക് കയറിയാലും എപ്പോഴാണോ 100 എന്ന് പറയുന്ന ഓപ്പൺ പ്രൈസിന്റെ മുകളിലേക്ക് ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്, ആ നിമിഷം മുതൽ ഇതിന്റെ കളർ മാറി ഗ്രീനിലേക്ക് പോകുന്നു. ക്യാൻഡിലിന്റെ കളർ മാറിയിട്ട് ഗ്രീൻ കളറിലേക്ക് പോകുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോറും ഗ്രീൻ തന്നെ ഫോം ചെയ്തുകൊണ്ടിരിക്കും. കളർ ഗ്രീൻ തന്നെയായിരിക്കും. അതങ്ങനെ മുകളിലേക്ക് പോയി ഏകദേശമാണ് പറയുന്നത് 125 വരെ എത്തിയെന്ന് സങ്കല്പിക്കുക. 125. അതിനുശേഷം ഇതിന്റെ പ്രൈസ് ഒട്ടും മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോ ഈ 125 എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് പ്രൈസ് ആണ്. ഓപ്പൺ ചെയ്തു, ലോവസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 95 വരെ താഴേക്ക് വന്നു. അതിനുശേഷം തിരിച്ച് മുകളിലേക്ക് കയറി 125 വരെ പോയി. 125 എന്ന് പറയുന്നത് അന്നത്തെ ദിവസത്തെ ഹയസ്റ്റ് പ്രൈസ് ആണെന്ന് സങ്കല്പിക്കുക. ഹയസ്റ്റ് പ്രൈസ്. അപ്പോൾ ഈ ഹയസ്റ്റ് പ്രൈസിൽ മാർക്കറ്റ് എത്തിയതിനു ശേഷം പിന്നെ അതിന്റെ മുകളിലേക്ക് പോയില്ല, താഴേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, മുകളിലേക്ക് പോയതിനു ശേഷം പിന്നീട് താഴേക്ക് വരുമ്പോഴും ഈ കാൻഡിലിന്റെ കളർ ഗ്രീൻ തന്നെ ആയിരിക്കും. കാരണം എന്താ, ഓപ്പൺ പ്രൈസിന്റെ താഴേക്ക് എപ്പം മൂവ് ചെയ്യുന്നു ആ നിമിഷം മാത്രമേ ഇതൊരു റെഡ് കളറിലേക്ക് പോകുന്നുള്ളൂ. ഈ ഓപ്പൺ പ്രൈസിന്റെ തൊട്ട് മുകളിൽ 101-ൽ മാർക്കറ്റ് എത്തി നിന്നാൽ പോലും അതൊരു ഗ്രീൻ കളർ ക്യാൻഡിൽ തന്നെയായിരിക്കും. അപ്പോൾ മുകളിലേക്ക് പോയി താഴേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഇത് റെഡ് കളർ ആവില്ല. ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ താഴേക്ക് വരുമ്പോൾ മാത്രമേ റെഡ് കളർ ആവുന്നുള്ളൂ. അങ്ങനെ 125-ൽ നിന്നും ഇതിന്റെ പ്രൈസ് താഴേക്ക് വന്നു തുടങ്ങി. ഇത് ഏകദേശമാണ് 120-ലേക്ക് എത്തിയപ്പോൾ മാർക്കറ്റിന്റെ ടൈം അവസാനിച്ച് ക്ലോസ് ചെയ്തു. 3:30 ക്ലോസ് ചെയ്തു. അപ്പൊ 120 ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് ആയി മാറി. ഓപ്പൺ പ്രൈസ് 100-ഉം ക്ലോസിംഗ് പ്രൈസ് 120-ഉം. ഇതാണ് ഈ ക്യാൻഡിലിന്റെ ബോഡി എന്നറിയപ്പെടുന്ന ഭാഗം. അതിനുശേഷം 125 വരെ മുകളിലേക്ക് പോയി. അതിനുശേഷം താഴെ വന്ന് 120-ൽ എത്തിയപ്പോൾ സമയം അവസാനിച്ച് മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ 120 മുതൽ 125 വരെയുള്ള ഈ ഏരിയ, ഈ ഗ്രീൻ ക്യാൻഡിലിന്റെ അപ്പർ ഷാഡോ എന്നും അറിയപ്പെടുന്നു. അപ്പർ ഷാഡോ. ഇപ്പൊ 3 ഭാഗം കിട്ടി: ബോഡി,
ലോവർ ഷാഡോ, അപ്പർ ഷാഡോ, മൂന്ന് ഭാഗങ്ങളും കിട്ടി. അതോടൊപ്പം തന്നെ ഈ മൂന്ന് ഭാഗങ്ങളോടൊപ്പം തന്നെ നമുക്ക് 4 ഏരിയയും കൂടെ കിട്ടി. അതായത് ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു പ്രൈസ് ഏരിയ കിട്ടി, ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു പ്രൈസ് ഏരിയ കിട്ടി, ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന മറ്റൊരു പ്രൈസ് ഏരിയ കിട്ടി, ക്ലോസിംഗ് പ്രൈസ് എന്നറിയപ്പെടുന്ന മറ്റൊരു പ്രൈസ് ഏരിയ. അതായത് ഒരു ക്യാൻഡിലിന്റെ 3 ഭാഗങ്ങളും 4 പ്രൈസ് പോയിന്റുകളും നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതാണ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്ന രീതി. ഇനി ഇത് നേരെ റെഡ് ക്യാൻഡിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ 100 രൂപയിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അതിന്റെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. അപ്പൊ നമുക്കറിയാം 100 രൂപയുടെ മുകളിലേക്ക് പോകുന്തോറും ഇതൊരു ഗ്രീൻ കളർ ക്യാൻഡിൽ ആയിരിക്കും ഫോം ചെയ്യുന്നത്. അങ്ങനെ മുകളിലേക്ക് പോയി ഇതൊരു 115 വരെ എത്തി എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം പിന്നെ മുകളിലേക്ക് പോകുന്നേ ഇല്ല. അവിടുന്ന് താഴേക്ക് വരാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഹയസ്റ്റ് പ്രൈസ് 115 കിട്ടി. ഹയസ്റ്റ് പ്രൈസ് 115 കിട്ടി. അതിനുശേഷം അതിന്റെ പ്രൈസ് താഴേക്ക് വരുന്നു. താഴേക്ക് വരുമ്പോഴും അത് ഗ്രീൻ ക്യാൻഡിൽ തന്നെയാണ്. കാരണം 100 എന്ന പ്രൈസിൽ ഓപ്പൺ ചെയ്ത് അതിന്റെ മുകളിൽ നിൽക്കുകയാണിത്. താഴേക്ക് വരുമ്പോഴാണെങ്കിൽ പോലും ഇത് ഗ്രീൻ കളറാണ്. അതിനുശേഷം എപ്പോഴാണോ 100ന്റെ താഴേക്ക് ഇതിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നത്, ആ നിമിഷം ഇതിന്റെ കളറ് ഗ്രീനിൽ നിന്നും റെഡിലേക്ക് മാറുന്നു. മാറി പിന്നെ 100ന്റെ താഴേക്ക് എങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് റെഡ് കളർ തന്നെയായിരിക്കും നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. അതിനുശേഷം ഇത് താഴേക്ക് വന്നു. എക്സാമ്പിൾ ആണ്, ഇതൊരു 85ലേക്ക് എത്തി നിന്നു എന്ന് സങ്കല്പിക്കുക. 100ൽ നിന്നും താഴെ വന്ന് 85ലേക്ക് എത്തി. അതിനുശേഷം ഇത് പിന്നെ താഴേക്ക് വരുന്നേ ഇല്ല. അപ്പോൾ ഇതിന്റെ ലോവസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടി 85 രൂപ ലോവസ്റ്റ് പ്രൈസ്. അതിനുശേഷം ഇതിന്റെ പ്രൈസ് മുകളിലേക്ക് കയറി വന്നു. ഇവിടെ 90 രൂപയിലേക്ക് എത്തിയപ്പോൾ കറക്റ്റ് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. 90ലേക്ക് എത്തിയപ്പോൾ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഓപ്പൺ ചെയ്തത് 100ലാണ്, 90 രൂപയിൽ ക്ലോസ് ചെയ്തു. ഈ ഭാഗം ഓപ്പൺ ചെയ്തതിന്റെ താഴെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇതൊരു ഗ്രീൻ ക്യാൻഡിലായി മാറി. ഈ 100 മുതൽ 90 വരെയുള്ള ഈ ഭാഗം ഈ ക്യാൻഡിലിന്റെ ബോഡി ഓപ്പൺ ചെയ്ത് താഴെ ക്ലോസ് ചെയ്തിട്ട് റെഡ് ക്യാൻഡിലാണ് മാറിപ്പോയതാണ്. റെഡ് ക്യാൻഡിലായി മാറി. അങ്ങനെ ഓപ്പണിംഗും ക്ലോസിംഗിന് ഇടയ്ക്കുള്ള ഈ ഭാഗം ഇതിന്റെ ബോഡി എന്നറിയപ്പെടുന്നു. ഗ്രീൻ ക്യാൻഡിലായി മുകളിലേക്ക് പോയി 115 വരെ പോയി തിരിച്ചു വന്ന ഈ 100 to 115 ഏരിയ ഇതിന്റെ അപ്പർ ഷാഡോ എന്നറിയപ്പെടുന്നു. അതായത് ഇവിടെ ഓപ്പൺ പ്രൈസും ഹയസ്റ്റ് പ്രൈസും കണക്ട് ചെയ്യുന്ന ഏരിയ. ഗ്രീൻ ക്യാൻഡിൽ നേരെ തിരിച്ചാണ്. ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസുമാണ്. റെഡ് ക്യാൻഡിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസും. ഇത് അപ്പർ ഷാഡോ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഇത് ലോവർ ഷാഡോ എന്ന റെഡ് ക്യാൻഡിൽ അറിയപ്പെടുന്നു. ഗ്രീൻ ക്യാൻഡിലിനെ സംബന്ധിച്ചോളം അത് ഓപ്പൺ പ്രൈസും ലോവസ്റ്റ് പ്രൈസും ആയിരിക്കും. റെഡ് ക്യാൻഡിലിനെ സംബന്ധിച്ചോളം ക്ലോസിംഗ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും ആയിരിക്കും. അപ്പൊ നമുക്ക് 2 ടൈപ്പ് ക്യാൻഡിലുകളെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. റെഡും ഗ്രീനും എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു എന്നും ഈ ക്യാൻഡിലിന്റെ ബോഡി ഏതൊക്കെയാണെന്നും അപ്പർ ഷാഡോ ഏതാണെന്നും ലോവർ ഷാഡോ ഏതാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഓരോ ക്യാൻഡിലിന്റെ ഓപ്പൺ, ക്ലോസ്, ഹയസ്റ്റ്, ലോവസ്റ്റ് പ്രൈസുകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ 4 പ്രൈസ് ഏരിയകളും 3 ബോഡി ക്യാൻഡിൽ പാർട്ടുകളും നമ്മൾ കണ്ടുകൊള്ളണം. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ ഭാഷ, ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കാണാം. ഇവിടെ പല വലിപ്പത്തിലും പല ഷേപ്പിലും ക്യാൻഡിലുകൾ ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ 1-2 ക്യാൻഡിലിന്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ എടുക്കുന്നത്. 1-2 ക്യാൻഡിൽസിന്റെ എക്സാമ്പിൾസ്. അതായത് ഒന്ന് ഇത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് ഇത്. ഈ ക്യാൻഡിൽ ഇങ്ങനെ 3 ക്യാൻഡിലിന്റെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഇവിടെ നോക്കുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെ വന്നു, ലോവസ്റ്റ് പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ മുകളിലേക്ക് പോയി അതിന് ഹയസ്റ്റ് പ്രൈസ് അഥവാ അപ്പർ ഷാഡോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഈ ക്യാൻഡിലിന്റെ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് പോയിട്ടേ ഉള്ളൂ. താഴെ, അതായത് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തതും താഴേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് അപ്പർ ഷാഡോ ഇല്ല. നേരത്തെ നമ്മൾ കണ്ടു 3 ഭാഗങ്ങളും ഉണ്ടായിക്കൊള്ളണം നിർബന്ധമില്ല. ഈ ക്യാൻഡിലിനെ സംബന്ധിച്ചിടത്തോളം ബോഡിയും ലോവർ ഷാഡോയും മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത്, ഇതല്ല കേട്ടോ നമുക്ക് വേണ്ടത്, തൊട്ട് മുമ്പത്തെ ക്യാൻഡിലാണ് ഇത് നോക്കുമ്പോൾ ഇതിന് ബോഡിയും അപ്പർ ഷാഡോയും ഉള്ളൂ, ലോവർ ഷാഡോ ഇല്ല ഇങ്ങോട്ട്. അതിന്റെ അർത്ഥം ഓപ്പൺ ചെയ്തതിനു ശേഷം ഒട്ടും താഴേക്ക് വന്നിട്ടില്ല. മുകളിലേക്ക് പോയി തിരിച്ചിറങ്ങിയ സമയത്ത് ക്ലോസ് ചെയ്തുകൊണ്ട് അപ്പർ ഷാഡോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിനും 2 ഭാഗങ്ങളേ ഉള്ളൂ, ബോഡിയും അപ്പർ ഷാഡോയും മാത്രമേ ഉള്ളൂ.
പക്ഷെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിന് എല്ലാം ഉണ്ട്. ബോഡി ഉണ്ട്, അപ്പർ ഷാഡോ ഉണ്ട്, ലോവർ ഷാഡോ ഉണ്ട്. അതിന്റെ അർത്ഥം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം താഴേക്കും പോയിട്ടുണ്ട്, മുകളിലേക്ക് പോയി, അതിനുശേഷം താഴെ വന്നു, ഓപ്പൺ ചെയ്ത പ്രൈസിന്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇതൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് മാറി എന്നർത്ഥം. അപ്പോൾ ഒരു ക്യാൻഡിലിന് ബോഡി മാത്രം ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, അപ്പർ ഷാഡോ ലോവർ ഷാഡോ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചില ക്യാൻഡിലുകൾക്ക് അപ്പർ ഷാഡോ ഉണ്ടായിക്കൊള്ളുന്നില്ല, ബോഡി ലോവർ ഷാഡോ മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ക്യാൻഡിലുകൾക്ക് ലോവർ ഷാഡോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അപ്പർ ഷാഡോയും ബോഡിയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അപൂർവമായിട്ട് ചില ക്യാൻഡിലുകൾക്ക് ബോഡിയെ കണ്ടോളണമെന്നില്ല, അവിടെ അപ്പർ ഷാഡോയും ലോവർ ഷാഡോയും മാത്രമേ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ, ബോഡിയെ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അത് അപൂർവമായിട്ട് അത്രയും ക്യാൻഡിലുകൾ കാണാറുള്ളൂ. അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലും ഇഷ്ടം പോലെയുണ്ട്. കാരണം ഓപ്പൺ ചെയ്ത പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഏകദേശം ഒരേ സ്ഥലത്തായിരിക്കും. അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാൻഡിൽ അതിന്റെ ചെറിയൊരു ഉദാഹരണമാണ്. അവിടെ നമുക്ക് നോക്കുമ്പോൾ അതിന്റെ അപ്പർ ഓപ്പണും ക്ലോസും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ചെറിയൊരു വ്യത്യാസം. അതുകൊണ്ട് ചെറിയൊരു ബോഡിക്ക് തുല്യമായിട്ടുള്ള ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അത്രയേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഈ ക്യാൻഡിൽസിന്റെ ഒരു മൂന്ന് ഭാഗങ്ങളും പ്രൈസ് ഏരിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ട് പല വലിപ്പത്തിലുള്ള ക്യാൻഡിലുകൾ ഉണ്ടാകുന്നു, പല വലിപ്പത്തിലുള്ള ക്യാൻഡിലുകൾ എന്തുകൊണ്ട് ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അത് നോക്കാനായിട്ട് നമുക്ക് ഒരു 3 ക്യാൻഡിൽ അവിടെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇത് വളരെ ചെറിയൊരു ക്യാൻഡിലാണ്, ഇത് വളരെ വലിയൊരു ക്യാൻഡിലാണ്, ഇതൊരു മീഡിയം റേഞ്ചിലുള്ള ക്യാൻഡിലാണ്. ഈ 3 ക്യാൻഡിലുകളെ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഓപ്പൺ ചെയ്തത് 100 രൂപയില് 95 രൂപ വരെ താഴത്തേക്ക് വന്നു, 125 വരെ മുകളിലേക്ക് പോയി, 120 മാർക്കറ്റ് ക്ലോസ് ചെയ്തെന്ന് സങ്കല്പിക്കാം. അതായത് ഓപ്പൺ ചെയ്ത് മുകളിലേക്കുള്ള ക്ലോസിംഗ് പ്രൈസിന്റെ അകലം കൂടുന്തോറും ക്യാൻഡിലിന്റെ ബോഡിയുടെ വലിപ്പം കൂടും. അകലം കുറയും തോറും 100-ന് ഓപ്പൺ ചെയ്ത് 101-ലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ചെറിയൊരു ക്യാൻഡിലിന്റെ ബോഡിയെ കാണുള്ളൂ. അപ്പൊ ബോഡിയുടെ വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഓപ്പൺ ചെയ്ത പ്രൈസിനേക്കാൾ ഒരുപാട് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. ഗ്രീൻ ക്യാൻഡില് ചെറിയ ബോഡിയാണെങ്കിൽ, ഇതേപോലത്തെ ചെറിയ ബോഡിയാണ് കാണിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഓപ്പൺ ചെയ്തതിനേക്കാൾ ഒത്തിരി ദൂരം മുകളിലല്ല ക്ലോസ് ചെയ്തിരിക്കുന്നത്, വളരെ അടുത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ഒരു ബോഡി വന്നു. ഇനി ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ശരിക്കും ബോഡി മാത്രമല്ല കേട്ടോ. ഒരിക്കലും ബോഡി മാത്രമായിട്ട് ക്യാൻഡിലിനെ കണക്കാക്കരുത്. അതിന്റെ ഹൈയും ലോയും ഉൾപ്പെടുന്ന ടോട്ടൽ ക്യാൻഡിലാണ് ഒരു ക്യാൻഡിലായിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. ടോട്ടൽ ഹൈയും ലോയും ഉൾപ്പെടുന്ന ഏരിയ, അതൊരിക്കലും ബോഡി അല്ലെങ്കിൽ ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും മാത്രമായിട്ട് കണക്കാക്കരുത്. അതിന്റെ വോൾ ബോഡി മുഴുവനായിട്ടുള്ള ബോഡി എടുക്കണം. ബോഡി അല്ല, സോറി, ഹൈ പ്രൈസും ലോ പ്രൈസും എടുക്കണം. അതാണ് ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. അപ്പോ ഇതിന് നമ്മൾ ഈ പറഞ്ഞ 3 ക്യാൻഡിൽസുകൾ എക്സാമ്പിൾ ആയിട്ട് നോക്കുന്നു. 1, 2, 3. അതിൽ നമുക്ക് ആദ്യത്തെ ഈ ക്യാൻഡിൽ തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തുടങ്ങാം. അവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് ഒന്ന് ശ്രദ്ധ വെക്കണം. ഈ ഭാഗത്ത് ഒന്ന് ശ്രദ്ധ വെക്കണം. അവിടെ 4 കാര്യങ്ങൾ കാണാം. ബ്ലാക്ക് ലെറ്ററിൽ O എന്നും H എന്നും L എന്നും C എന്നും കാണാം. അതായത് ഇത് നമ്മൾ ഈ ഒരു ക്യാൻഡിലിന്റെ O എന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്രൈസ്, അതെന്താ നമുക്കറിയാം. H എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പ്രൈസ്, അതും എന്താണെന്ന് നമുക്കറിയാം. L എന്ന് പറഞ്ഞാൽ ലോയസ്റ്റ് പ്രൈസ്, എന്താണെന്ന് നമുക്കറിയാം. C എന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് പ്രൈസ്. ഇത് 4ഉമാണ് ആ പ്രൈസ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഈ ക്യാൻഡിലിന്റെ അടുത്തേക്ക് ഞാൻ മൗസ് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ ഹൈ ലോ ക്ലോസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈ ഫസ്റ്റത്തെ ഒന്നാമത് എഴുതിയിരിക്കുന്ന ക്യാൻഡിലേക്ക് ഞാൻ മൗസ് കൊണ്ടുവച്ചിരിക്കുകയാണ്. അവിടെ നമുക്ക് കാണാം O എന്ന് പറയുന്നത് 357, അതായത് ഓപ്പൺ ചെയ്ത പ്രൈസ് 357 ഓപ്പൺ ചെയ്തു. C എന്ന് പറയുന്നത് ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 357.25, 357 ഓപ്പൺ ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോയെങ്കിലും 357.25, വെറും 25 പൈസ വ്യത്യാസത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ ചെറിയ ബോഡിയുള്ള ഒരു ക്യാൻഡിലായിട്ട് വന്നത്. അതിനുശേഷം O എന്നതിന് ശേഷം നമ്മൾ L നോക്കാം. L 357 ഓപ്പൺ ചെയ്തതിനു ശേഷം L ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 354.50 അതായത് 357 നിന്നും 354.50 വരെ അതിന്റെ പ്രൈസ് ഏകദേശം 2 രൂപ 50 പൈസയിലേക്ക് അതിന്റെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ലോവർ ഷാഡോ അല്പം വലിപ്പമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ക്ലോസിംഗ് പ്രൈസിനും ഹയസ്റ്റ് പ്രൈസിനും ഇടയ്ക്ക് 357.25 ക്ലോസ് ചെയ്തിരിക്കുന്നത്, 358.70 അത് ഹൈ പോയിരിക്കുന്നത്. 358.70, 357.25. അപ്പൊ വെറും 1.5 രൂപയുടെ വ്യത്യാസമാണ് അവിടെ ഹയസ്റ്റ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ളത്. അതായത് 2.5 രൂപയുടെ വ്യത്യാസം ഓപ്പൺ പ്രൈസും ലോയസ്റ്റ് പ്രൈസും, അതായത് 2.5 രൂപയുടെ വ്യത്യാസം ഈ ക്യാൻഡിലിന്റെ ലോവർ ഷാഡോയിൽ കാണിക്കുന്നു. അതുകൊണ്ട് ലോവർ ഷാഡോ വലുതായിട്ട് തോന്നുന്നു.
1.5 രൂപയുടെ വ്യത്യാസം മാത്രമേ അപ്പർ ഷാഡോയില്, അതായത് ഹയസ്റ്റ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. അതുകൊണ്ട് അപ്പർ ഷാഡോ ചെറുതായിരിക്കുന്നു. അപ്പോൾ ഒരു ക്യാൻഡിലിന്റെ രൂപം നമുക്ക് ഓപ്പൺ പ്രൈസും ഹയസ്റ്റ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ലോവസ്റ്റ് പ്രൈസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ കണ്ടു വെറും 25 പൈസയുടെ വേരിയേഷൻ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ക്യാൻഡിലേക്ക് മൗസ് വെച്ച് നോക്കുമ്പോൾ ഓപ്പൺ പ്രൈസ് 359.45 ഹയസ്റ്റ് പ്രൈസ് 371.70. അതായത് 59 നിന്നും 71 അതിന്റെ പ്രൈസ് എത്തിയിട്ടുണ്ട്. ഏകദേശം 12 രൂപയോളം വ്യത്യാസം. ഇവിടെ വെറും 25 പൈസയുടെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഓപ്പൺ പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ആ ഡിഫറൻസ്, അകലമാണ് വലിയ ക്യാൻഡിലായിട്ട് മാറുന്നത്. അതേപോലെ ഓരോ ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോ ഒരു ക്യാൻഡിൽ വലിയ റെഡ് ക്യാൻഡിൽ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വലിയ രീതിയിലേക്ക് പ്രൈസ് മൂവ്മെന്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? കൈവശമുള്ള ആളുകൾ കുറച്ച് ഡിമാൻഡ് വെക്കുന്നു. ഇപ്പോഴുള്ള വിലയ്ക്ക് ഞാൻ വിൽക്കുന്നില്ല, കുറച്ചും കൂടെ വില കിട്ടിയാലേ വിൽക്കുന്നുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ വാങ്ങാനുള്ള ആളുകൾ കുറച്ച് വില കൂടിയാലും വേണ്ടില്ല, ഇത് ഞാൻ വാങ്ങിയേക്കാം എന്നുള്ള രീതിയിലേക്ക് അവർ തീരുമാനിക്കുമ്പോൾ ഈ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ വൊളറ്റാലിറ്റി ക്യാൻഡിൽ അഥവാ ഈ അപ്പർ ഷാഡോ ലോവർ ഷാഡോ ഉള്ള ക്യാൻഡിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വാങ്ങാനും വിൽക്കാനുള്ള ആളുകൾ കൺഫ്യൂസ്ഡാണ്. അതായത് എന്തെങ്കിലുമൊക്കെ വിലയ്ക്ക് വാങ്ങാൻ വിൽക്കുക, അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയ വിലയ്ക്കും കുറഞ്ഞ വിലയ്ക്കൊക്കെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അപ്പർ ഷാഡോവും ലോവർ ഷാഡോവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അതേപോലെ റെഡ് ക്യാൻഡിലാണ് വരുന്നെങ്കിലോ, കണ്ടിന്യൂസ് റെഡ് ക്യാൻഡിലാണ് വരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പ്രൈസ്, ഇത് സ്റ്റോക്ക് കൈവശമുള്ളവര് എന്ത് വില കിട്ടിയാലും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും വേണ്ടില്ല വിറ്റേക്കാം എന്നുള്ള തീരുമാനത്തിൽ അവര് അതിന്റെ പ്രൈസ് താഴേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നു. മീൻസ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, കുറഞ്ഞാലും വേണ്ടില്ല. അപ്പോൾ റെഡ് ക്യാൻഡിൽ, വലിയ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം വലിയ പ്രൈസ് മൂവ്മെന്റ് താഴത്തേക്ക് വന്നിരുന്നു. അതായത് കൈവശമുള്ളവർ പാനിക് സെല്ലിങ്, അതായത് കൈവശമുള്ള ഷെയറുകൾ എത്ര വില കിട്ടിയാലും വിറ്റ് ഒഴിവാക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ ക്യാൻഡിൽസിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഓരോ കളർ എങ്ങനെയാണ് വരുന്നത്, പ്രൈസ് എങ്ങനെയാണ് മുകളിലേക്ക് താഴേക്ക് മൂവ് ചെയ്യുന്നുള്ള ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രമാണ്. ഒരു കാരണവശാലും ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഇന്ന് റെഡ് ക്യാൻഡിൽ ആയിരുന്നു, അതിന്റെ പ്രൈസ് താഴേക്കായിരുന്നു, അതുകൊണ്ട് നാളെ എങ്ങനെയായിരിക്കും എന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇന്ന് വലിയ ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നാളെയും ഇത് മുകളിലേക്ക് പോയിക്കോളും എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ അല്ല. ഇത് എങ്ങനെയാണ് പ്രൈസ് മൂവ്മെന്റ് സംഭവിക്കുന്നത് എന്ന് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.